ഹായ് ഓൾ. എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് 60% മാർക്കോളം ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ AICTE നിലവാരത്തിൽ ഉയർന്ന സാലറി ജോലി ചെയ്യാം, ഒപ്പം വരുന്ന തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു സുവർണ അവസരവുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു പോസ്റ്റിനെ പറ്റി പല ഉദ്യോഗാർത്ഥികളുടെയും ഇടയിൽ നിന്നും ഒരു സംശയമുണ്ട്, ഈ ഒരു എക്സാമിനേഷന് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങേണ്ടത് അനിവാര്യമാണോ എന്ന്. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് തയ്യാറെടുത്താലും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ലേ എന്നൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ഈ ഒരു എക്സാമിനേഷന് ഇതിനു മുമ്പ് നടന്ന ഒരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാം. അതില് 2021 ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്നതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക്കിന് ശേഷം MTech, ഇത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ നിങ്ങൾ നേടിയിരിക്കണം. മാത്രവുമല്ല ഈ രണ്ട് സ്ട്രീമിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ, അതായത് ബിടെക്കിൽ അല്ലെങ്കിൽ MTechൽ 60% കുറയാത്ത മാർക്കോട് കൂടി നിങ്ങൾ പാസ് ആവുകയും ചെയ്തിരിക്കണമെന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇനിയും ഈ ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അന്ന് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയായിരുന്നു. എന്നാൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായിട്ടും 4 വർഷത്തിന്റെ ഇളവ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു 4 വർഷം കൂടി കൂടുതലായിരിക്കും ജനറൽ കാറ്റഗറിക്കും SC/STക്കും OBCക്കും ലഭിക്കുന്ന മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനിയും സാലറി സ്കെയില് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ AICTE ലെവലിൽ തന്നെയായിരിക്കും ലഭിക്കുന്നത്. അന്ന് ഈ ഒരു എക്സാമിനേഷൻ നടന്നപ്പോൾ അന്ന് ഇതിന്റെ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 50.67 മാർക്കായിരുന്നു. അന്ന് മാക്സിമം മാർക്ക് ആ എക്സാമിനേഷൻ എഴുതിയ ടെസ്റ്റിലൂടെ എക്സാമിനേഷനിലൂടെ മാക്സിമം മാർക്ക് കരസ്ഥമാക്കിയത് 65.67 മാർക്കുമായിരുന്നു. അന്ന് ഈ ഒരു എക്സാമിനേഷനിൽ നിന്ന് 28 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ആ 28 പേരിൽ നിന്ന് 20 പേർക്ക് ഇതിനോടകം തന്നെ അഡ്വൈസ് പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയും റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അതായത് റാങ്ക് ലിസ്റ്റ് ഇനിയും ഏതാണ്ട് 1.5 വർഷത്തോളം കാലാവധി ബാക്കി കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ ഈ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം കിട്ടാൻ സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു വാലിഡിറ്റി, അതായത് അല്ലെങ്കിൽ ഇത്രയധികം നിയമന സാധ്യത നമ്മളിവിടെ കാണാതെ പോകരുത്. ഇതിന്റെ DOE വന്നത്, അതായത് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 26/2/2024 ഇത് കഴിഞ്ഞിട്ട് 27 തീയതി, അതായത് അടുത്ത 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഇതേ തീയതിയിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. നിലവിലെ PSCയുടെ പാറ്റേൺ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിന് കൃത്യം 3 വർഷമാണ് വാലിഡിറ്റി. പക്ഷേ പണ്ടത്തെ കൂട്ടല്ല, ഇപ്പോൾ PSC കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു നിയമമുണ്ട്. അതായത് അടുത്ത വർഷം, അതായത് അടുത്ത 3ാമത്തെ വർഷം പുതിയ റാങ്ക് ലിസ്റ്റ് ഇതിന്റെ പിറ്റേ ദിവസം തന്നെ വരണം. പിറ്റേ ദിവസം തന്നെ വരണമെങ്കിൽ കേരള PSCക്ക് നിലവില് ഈ ഒരു എക്സാമിനേഷന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവില് ഇപ്പോൾ നടന്ന പല എക്സാമിനേഷനിലും ഈ പ്രവണത കാണാൻ കഴിഞ്ഞു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇനിയും ഏതാണ്ട് 1.5 വർഷത്തോളം ബാക്കി കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള നിരവധി എക്സാമിനേഷനുകളുടെ നോട്ടിഫിക്കേഷൻ ഇതിനോടകം വന്നതുകൊണ്ട് തന്നെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനേഷനും ഇതേ രീതിയിൽ തന്നെ നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ നടന്ന എക്സാമിനേഷന്റെ പാറ്റേൺ വെച്ച് തന്നെ നമുക്ക് അസസ് ചെയ്യാം. നിലവിലെ റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ അതിന് ഉദാഹരണമാണ്. ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും പ്രത്യേകത എന്താണ്? വന്നു കഴിഞ്ഞാൽ നിലവിലെ എക്സാം പാറ്റേൺ അനുസരിച്ച് 4 മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ ഉണ്ടാവും. ഈ 4 മുതൽ 6 മാസത്തിനുള്ള എക്സാമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നടന്ന് ഏതാണ്ട് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന്റെ പിറ്റേ ദിവസം മാത്രമേ പുതിയ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി വരികയുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയമാണ്. കേവലം 4 മുതൽ 6 മാസം കൊണ്ട് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാമിനേഷന് നിങ്ങൾക്ക് തയ്യാറാകാൻ പറ്റില്ല. മാത്രവുമല്ല കേരള PSCയുടെ എക്സാമിനേഷൻ പാറ്റേൺ അവർ കൃത്യമായിട്ട് മാറ്റുകയുമാണ്. ഇങ്ങനെ പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമിനേഷനിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സബ്ജക്ട് നോളജ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സംശയമുണ്ട്, എക്സാമിനേഷന്റെ സിലബസിൽ മാറ്റം ഉണ്ടായാൽ നമ്മൾ പഠിക്കുന്നത് വെറുതെ ആവില്ലേ എന്നത്. ശരിയാണ്, നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ കോർ സബ്ജക്റ്റുകളിലൊന്നും കാതലായ മാറ്റം ഈ ഒരു എക്സാമിനേഷനിൽ വരുത്തുകയില്ല. എന്നാൽ മാറ്റം വരുത്തുന്ന മേഖലയിൽ എക്സാമിന് അപേക്ഷിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ഒരേപോലെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. അതായത് അവർക്ക് എല്ലാവർക്കും പഠിക്കാൻ ബാക്കി കിട്ടുന്ന സമയം ഒരുപോലെ ആയിരിക്കും, പഠിക്കേണ്ടുന്ന കണ്ടന്റ് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചേഞ്ചിന് ശേഷം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതും അവരുടെ എഫേർട്ട് ഇട്ടും നേടാൻ പറ്റുന്ന മാർക്കിന് ഒരു ശരാശരി നിലവാരം ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയല്ല കോർ സബ്ജക്റ്റിന്റെ കേസിൽ. കോർ സബ്ജക്റ്റിൽ എത്രത്തോളം നിങ്ങൾ
നിങ്ങൾ ഇൻഡെപ്ത് നോളജും അനലിറ്റിക്കൽ എബിലിറ്റിയും നേടിയെടുക്കുന്നു, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യപേപ്പറുകൾ ചെയ്ത് നിങ്ങളുടെ സ്കിൽ എത്രത്തോളം കൂട്ടുന്നു, ഇവയൊക്കെ നിങ്ങളുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഫാക്ടറായിട്ട് മാറും. നമുക്കറിയാം കട്ട് ഓഫ് മാർക്കും ഏറ്റവും ടോപ്പ് സ്കോർ നമ്മൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെന്ന്. ഈ ഒരു വലിയ വ്യത്യാസം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കോർ സബ്ജക്ട് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസം ഈ ഒരു എക്സാമിനേഷനിൽ വളരെ എളുപ്പം തന്നെ മുമ്പോട്ട് പോകാൻ കഴിയും. ഇനി സിലബസിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് വളരെ വലിയ രീതിയിൽ തന്നെ എക്സാമിനേഷനെ മുമ്പോട്ടേക്ക് മാറ്റാൻ കഴിയും. ഇങ്ങനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനായിരിക്കും നിങ്ങളെ അത് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള കോർ സബ്ജക്റ്റുകൾ നോക്കാം. ആ ഒരു സബ്ജക്റ്റുകളിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് 20 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നതിനകത്ത് 15 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഇനിയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തുടങ്ങിയ മേഖലയിൽ നിന്ന് 25 മാർക്കുണ്ട്. ഇനിയും തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ 25 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഇനിയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ 15 മാർക്കുണ്ട്. അങ്ങനെ ഏതാണ്ട് 100 മാർക്ക് തന്നെയാണ് ഇവിടുത്തെ വെയിറ്റേജ്. ഇനി വരുന്ന പരീക്ഷയിലും 100 മാർക്ക് തന്നെയായിരിക്കും. ഒരു പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഈ തന്നിരിക്കുന്ന വെയിറ്റേജിൽ അങ്ങോട്ടോ ഇങ്ങോട്ടുള്ള മാറ്റങ്ങളായിരിക്കാം ഒരു പക്ഷേ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആഡോണായിട്ട് പുതിയ ഏതെങ്കിലും ഒരു കണ്ടന്റ് വരാം. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഗതി റിമൂവ് ചെയ്യാം. എന്നാലും കോർ സബ്ജക്റ്റിലൊന്നും കാതലായ മാറ്റങ്ങൾ ഒരു എക്സാമിനേഷനിലും സിലബസ് മാറുമ്പോൾ വന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലൂപ്പ് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു ചിന്തയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് നമ്മൾ ഈ ഒരു എക്സാമിനേഷനിൽ നിന്ന് തന്നെ പിന്നോട്ട് തള്ളുകയും എക്സാമിനേഷനിൽ അത് വളരെ വലിയ ബാക്ക് ഡ്രോപ്പ് നമുക്ക് നൽകുകയും റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാൻ പറ്റാതെ നിങ്ങൾ എക്സാം എഴുതേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പഠനം ശരിയായ ദിശയിൽ കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.